പ്രേസ് ലോർഡ് ദൈവനാമത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നാം ദൈവത്തെ എങ്ങനെ സ്തുതിക്കണമെന്ന് ഹല്ലേലൂയ ദൈവവചനത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ആ വിഷയത്തെപ്പറ്റി നമുക്ക് ഹല്ലേലൂയ സ്തോത്രം 8 കാര്യങ്ങൾ ദൈവസന്നിധി ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനെ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. ഇസ്രായേലിൻ്റെ സ്തുതികളുമേൽ അധിവസിക്കുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ ഹൃദയം പ്രസാദിപ്പാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധിയും നേരും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയത്തുള്ളൂ. നിർമ്മല ഹൃദയമുള്ളവർക്കാണ് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുക. കപടവും ഹല്ലേലൂയ കള്ളത്തരവും പാവവുമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. നാം ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം നിർമ്മല ഹൃദയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അവനെ സ്തുതിപ്പാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. നാം എങ്ങനെ സ്തുതിക്കണമെന്ന് ദൈവവചനത്തിൽ പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമതായി പൂർണ്ണ ഹൃദയത്തോട് നാം ദൈവത്തെ സ്തുതിക്കണം. സങ്കീർത്തനം 9:1 വായിക്കുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. സ്തോത്രം. ഞാൻ എൻ്റെ ദൈവത്തെ എങ്ങനെയാണ് സ്തുതിക്കുന്നത്? പൂർണ്ണ ഹൃദയത്തിൽ, വിത്ത് ഓൾ മൈ ഹാർട്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആത്മാർത്ഥമായിട്ട്, അല്ല ആരും പറഞ്ഞിട്ടല്ല. സ്തോത്രം. ഞാൻ ആത്മാർത്ഥമായി എൻ്റെ ദൈവം എനിക്ക് ചെയ്ത നന്മകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ടോട്ടൽ സിൻസിയറിറ്റി അവിടെ കാണിക്കുന്നു, ഡിവേഷൻ കാണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പൂർണ്ണമായി സിൻസിയറായിട്ട് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാൻ നമ്മളോട് ഒരാളെ സ്തുതി എന്ന് പറഞ്ഞിട്ടല്ല സ്തുതിക്കേണ്ടത്, മറിച്ച് നന്ദി പറയുക. നമുക്കറിയാം, നമുക്ക് ആരെങ്കിലും ഈ ലോകത്തിൽ തന്നെ നമുക്ക് ആരെങ്കിലും ഉപകാരം ചെയ്താൽ നമ്മൾ എന്ത് പറയും? താങ്ക് യു, ഹല്ലേലൂയ, നന്ദി പറയും. അങ്ങനെയാണെങ്കിൽ പാപത്തിൽ നിന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ച് ക്രിസ്തുവാകുന്ന പാറമേ നമ്മെ നിർത്തിയതോർത്തുകൊണ്ട് നമ്മളെ ജീവനോട് വെച്ചതിരിക്കുന്നതുകൊണ്ട് നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടുന്ന എല്ലാം തന്ന് നമ്മളെ വഴി നടത്തുന്ന ദൈവത്തെ നമുക്ക് എത്രമാത്രം സ്തുതിക്കണം. ഹല്ലേലൂയ. യഹോവയായ ദൈവത്തെ നാം പുത്രനെ നമുക്ക് തന്നതോർത്ത്, ഹല്ലേലൂയ, സ്വന്തം പുത്രനെ നമുക്ക് തന്നതോർത്ത് യഹോവയെ സ്തുതിക്കണം. നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുവിനെ നാം സ്തുതിക്കണം. സകല സത്യത്തിലും നീതിയിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്തുതിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒന്നാം നാം ചിന്തിച്ചു, ഹല്ലേലൂയ, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് പൂർണ്ണ ഹൃദയത്തോടായിരിക്കണം. രണ്ടാമത് ഞാൻ എങ്ങനെയാണ് സ്തുതിക്കുന്നത്? ആദരങ്ങളാൽ സ്തുതിക്കണം. സങ്കീർത്തനം 63:6 പറയുന്നു, എൻ്റെ പ്രാണനും മജ്ജിയും മോചിസും എന്നുകൊണ്ട് തൃപ്തി വരുന്നു, എൻ്റെ വായ് സന്തോഷമുള്ള ആദരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ നമ്മൾ വായ് തുറന്ന് സ്തുതിക്കുന്ന വിസ്താരത്തിൽ നിൻ്റെ വായെ തുറക്കുക, അതിനെ നിറയ്ക്കാമെന്ന് പറഞ്ഞൊരു ദൈവമാണ് നമുക്കുള്ളത്. സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ആക്ഷൻ അല്ലല്ലോ നമ്മൾ കാണിക്കുന്നത്. ഒരാൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി, ഒരാൾ ഹല്ലേലൂയ ഒരു കാര്യം നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ വ്യക്തിയോട് താങ്ക് യു എന്ന് വാ തുറന്നാണ് സംസാരിക്കുന്നത്. സ്തോത്രം. നാം ദൈവത്തെ ആദരങ്ങളാൽ സ്തുതിക്കണം. വാ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വാ പ്രസ്താവിക്കുന്നത്. അപ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞ ദൈവത്തോളം നന്ദി നിറഞ്ഞിരിക്കുമ്പോൾ അത് വായിലൂടെ പുറത്തു വരുവാനിടയായിട്ട്. രണ്ടാമത് നാം ഹല്ലേലൂയ ആദരങ്ങളാൽ ദൈവത്തെ സ്തുതിക്കണം. മൂന്നാമത് അവിടെ പറയുന്നു, സ്തോത്രം, സങ്കീർത്തനം 63 ഹല്ലേലൂയ 6 തന്നെ പറയുന്നു, സന്തോഷമുള്ള ഹല്ലേലൂയ ആദരങ്ങളാൽ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞാൻ എങ്ങനെ ഹല്ലേലൂയ ഭാരത്തോടെയൊന്നുമല്ല, ഞാൻ സന്തോഷത്തോടെ, നമ്മുടെ ഉള്ളിൽ സന്തോഷം നിർത്തുന്ന ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് സന്തോഷം. ആ സന്തോഷത്തോടെ എൻ്റെ അപ്പനേക്ക് ചെയ്ത ഹല്ലേലൂയ ഉപകാരങ്ങളെ ഓർത്ത് ഞാൻ എന്ത് ഹല്ലേലൂയ അവന് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് അവനെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ സന്തോഷമുള്ള അധരങ്ങളാൽ സന്തോഷത്തോടെ അധരത്തിലൂടെ ഹൃദയം നിറഞ്ഞ് നാം ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ നാലാമത് പറയുന്നു, സങ്കീർത്തനം 147:7 പറയാണ്, സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. ഹല്ലേലൂയ. നന്ദിയോടെ നാം ദൈവത്തെ സ്തുതിക്കണം. താങ്ക്സ് ഗിവിങ്. ഹല്ലേലൂയ. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നന്ദിയോടെ, കൃതജ്ഞതയോടെ ഹല്ലേലൂയ നാം ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കീർത്തനം 71:6 പറയുകയാണ്, ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ തന്നെ എടുത്തവൻ നീ തന്നെ, എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. സ്തോത്രപ്പെടുന്നത് ചെയ്യുന്നേ എപ്പോഴും. ഹല്ലേലൂയ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. എപ്പോഴും ഹല്ലേലൂയ. ഏത് നിമിഷവും നടക്കുക. ഹല്ലേലൂയ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും, സന്തോഷകാലത്തും ഹല്ലേലൂയ സന്താപകാലത്തും, സൗഖ്യമുള്ള കാലത്തും, ദുഃഖമുള്ള കാലത്തും, പട്ടിണിയുള്ള കാലത്തും, സമ്പന്നതയുള്ള കാലത്തും എപ്പോഴും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. നോക്കിക്കേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹല്ലേലൂയ ഒരു സംഭവമാണ്. ഹല്ലേലൂയ. പൗലോസ് ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അവരുടെ കൈകളെ ആമത്തിൽ ഇട്ടിരിക്കുകയാണ്, കാലൊക്കെ കെട്ടി. ഹല്ലേലൂയ. ആമത്തിലാണ്, കൈകളിൽ ചങ്ങലയുണ്ട്. ഹല്ലേലൂയ. അവരെ എങ്ങനെ ഹല്ലേലൂയ രക്ഷപ്പെടുമെന്ന് അവർ
അവർക്കറിയത്തില്ല, കുണ്ടറയിൽ കിടക്കുകയാണ്, സ്തോത്രം, പുറത്ത് കാവൽക്കാരുണ്ട്, എങ്കിലും അവർ നന്ദി ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ദൈവമക്കളെ, ദൈവത്തെ അവർ സ്തുതിച്ചപ്പോൾ ദൈവം അവിടെ വേണ്ടി ഇറങ്ങി പ്രവർത്തിപ്പാൻ ഇടയായിരുന്നു. അപ്പോൾ നമ്മൾ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. സങ്കീർത്തനം 104:33 പറയുന്നു, എൻ്റെ ആയുഷ്കാലം ഒക്കെ ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം ഞാൻ ദൈവത്തിന് കീർത്തനം ചെയ്യും. അപ്പോൾ ജീവകാലമെല്ലാം ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനം എൻ്റെ ആയുഷൊക്കെ ഉള്ള കാലമൊക്കെയും ഞാൻ നാം ജീവനുള്ളപ്പോൾ ഹല്ലേലൂയാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ പറ്റുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നാം ജീവനിരിക്കുമ്പോൾ, ജീവനുള്ളപ്പോൾ, എപ്പോൾ ഹല്ലേലൂയ ആയുഷ്കാലമുള്ള കാലത്തോളം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നമ്മൾക്ക് ഹല്ലേലൂയ ആരോഗ്യമുള്ളപ്പോൾ, വായുള്ളപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, സാഹചര്യം ഉള്ളപ്പോൾ, എപ്പോഴും ആയുഷ്കാലമൊക്കെ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ആവർത്തന പുസ്തകം 6:5 പറയാ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഹല്ലേലൂയ. അവിടെ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? നിന്റെ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടായിരിക്കണം നാം ദൈവത്തെ സ്തുതിക്കുന്നത്. നാം പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഹല്ലേലൂയ ഹെവി ഒരു കാര്യം ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി ശക്തിയല്ല കൊടുക്കുന്നത്, സ്തോത്രം, അല്ലേ? നാം പൂർണ്ണമായ ശക്തി അതിനെ കൊടുത്തിട്ട് ലിഫ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. നാം ദൈവത്തിന് ഹല്ലേലൂയ അവൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ ആർക്കു വേണ്ടിയല്ല ചെയ്യുന്നത്? അത്യുന്നതനായ ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, ആലോചന വലിയവൻ, പ്രവൃത്തിയിൽ വിശ്വസ്തൻ, ഹല്ലേലൂയ സ്തോത്രം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. ആ ദൈവത്തെയാണ് നാം സ്തുതിക്കുന്നത്. ഈ അഖിലാണ്ടത്തെ മുഴുവനും ഉണ്ടാക്കിയ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം എന്നെ ദൈവം വേർതിരിച്ചു, അല്ലെ? ആ വലിയ സന്തോഷത്തോടെ ഈ ദിവസങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ 8 കാര്യങ്ങളാണ് ചിന്തിച്ച്. ഒന്നാമത്, പൂർണ്ണ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കണം. രണ്ടാമത്, ആദരങ്ങളാൽ ദൈവത്തെ സ്തുതിക്കണം. മൂന്നാമത്, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. നാലാമത്, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. അഞ്ചാമത്, ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. ആറാമത്, ജീവകാലമൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കണം പൂർണ്ണ ഹൃദയത്തോടെ. ഹല്ലേലൂയ. ഏഴാമത് പറയുന്നു, പൂർണ്ണ മനസ്സോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കണം. എട്ടാമത് പറയുന്നു, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം. ദൈവമക്കളെ, ദൈവത്തെ സ്തുതിക്കുന്നത് സന്തോഷമാണ്, ആനന്ദമാണ്, സ്തോത്രം, ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കിട്ടുന്ന സമയമൊക്കെയും ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ ബലപ്പെടുത്തി വഴി നടത്തട്ടെ. കർത്താവിൻ്റെ വരവിനോട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.